ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററും കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. കാരണം ചില സമയങ്ങളിൽ രാവിലെയൊക്കെ വെളുപ്പിൻ്റെ ചിലപ്പോൾ ഒരു 5 മണി 4 മണിയൊക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 6 മണി ആവുന്ന സമയത്ത് ചൂടുവെള്ളം ആവശ്യമുള്ള സമയത്ത് നമുക്ക് സാധാരണ മുകളിൽ വെച്ചിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് നമുക്ക് ചൂട് കിട്ടാറില്ല. കാരണം അത്രയും ടൈം നമുക്ക് ചിലപ്പോൾ ചൂട് അതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ചെറിയൊരു വാട്ടർ ഹീറ്റർ 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ നമ്മൾ വീടിൻ്റെ അകത്ത് ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി അങ്ങനെ ചെയ്യാം. അതായത് പകൽ സമയത്ത് നമ്മൾ കുളിക്കാൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് ഉപയോഗിക്കാം. ഇനി വെളുപ്പിനൊക്കെ രാത്രി അതായത് ഉപയോഗിക്കുന്ന സമയത്ത് സോളാർ വാട്ടറിൽ നിന്നുള്ള ചൂട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഹീറ്ററും കൂടി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡൈവേർട്ടറാണ്. ഡൈവേർട്ടർ സിസ്റ്റത്തിന് റൈറ്റ് സൈഡ് പച്ചവെള്ളവും ലെഫ്റ്റ് സൈഡ് ഈ സൈഡ് പച്ചവെള്ളം, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് വരുന്നത് ചൂടുവെള്ളമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡൈവേർട്ടറിലേക്ക് റൈറ്റ് സൈഡ് പച്ചവെള്ളം, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളമാണ് വരുന്നത്. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ വരുന്നത് നമ്മുടെ വാട്ടർ ഹീറ്റർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, വാട്ടർ ഹീറ്റർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്ന ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പൈപ്പ് ഉണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പൈപ്പാണ് നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ ഡൈവേർട്ടറിലേക്ക് ഔട്ടായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്നത് പച്ചവെള്ളം സാധാരണ കൊടുക്കുന്ന ഇന്ന് വരുന്നത് ആ കാണുന്ന റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് നേരെ മുകളിൽ നിന്ന് വാട്ടർ ഹീറ്റർ, അതായത് സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് കൊടുക്കുന്ന പൈപ്പ് നമ്മൾ വന്നത് നേരെ, അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് നേരെ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരിക്കുന്ന പൈപ്പ് നേരെ വരുന്നത് സോളാറിൻ്റെ നേരെ നമ്മുടെ റൂമിൽ വയ്ക്കുന്ന വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നായിട്ട് വരും. റൂമിൽ വയ്ക്കുന്ന വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡൈവേർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പകൽ സമയങ്ങളിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മൾ ഏറ്റവും മുകളിലെ വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്ന പൈപ്പ് വഴി നേരെ നമ്മുടെ അകത്തിരിക്കുന്ന വാട്ടർ ഹീറ്റർ, സോളാറിൻ്റെ അല്ല സാധാ വാട്ടർ ഹീറ്റർ വഴി കയറി ഇറങ്ങി നേരെ ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം നമുക്ക് ഈ പറയുന്ന ഡൈവേർട്ടറിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചൂട്, അതായത് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ചൂട് പോയിട്ടുണ്ടാകും, അതായത് മുകളിൽ വെച്ചിരിക്കുന്ന വാട്ടർ ഹീറ്ററിൻ്റെ ചൂട് പോയിട്ടുണ്ടാവുമെങ്കിൽ നമ്മൾ ഇവിടെയുള്ള നമ്മുടെ ഈ റൂമിൻ്റെ, അത് ഈ ബാത്റൂമിൻ്റെ അകത്തുള്ള വാട്ടർ ഹീറ്റർ ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ വാട്ടർ ഹീറ്ററിൽ വരുന്ന വെള്ളം ചൂടായി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ഈ പറയുന്ന കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാതെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിൽ വരുന്ന വെള്ളം, അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മുടെ സാധാ വാട്ടർ ഹീറ്റർ വഴി കയറി ഇറങ്ങിയാണ് നമ്മൾ ഈ പറയുന്ന ഡൈവേർട്ടറിലേക്ക് വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് നേരെ മുകളിലിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്, ആ പൈപ്പിൽ നിന്ന് വരുന്ന ചൂടുവെള്ളം ഈ അകത്തിരിക്കുന്ന വാട്ടർ ഹീറ്ററിൽ നിന്നും കയറി ഇറങ്ങിയിട്ടാണ് ഈ പറയുന്ന ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിൽ നമ്മൾ ആ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്ന ആവശ്യമില്ല, ബാത്റൂമിൻ്റെ അകത്തിരിക്കുന്ന ആവശ്യമില്ല, അത് ചൂടുവെള്ളമായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. എന്നാലും നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത്, നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ അകത്ത് എല്ലാം ഈ ബാത്റൂമിൻ്റെ അകത്ത് മൊത്തം ഉപയോഗിക്കുന്ന ചൂട് പൈപ്പും ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൊത്തം പൈപ്പ് നമ്മൾ അടിക്കുന്ന സമയത്ത്, പൈപ്പ് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം വരുന്ന എല്ലാം തന്നെ CPVCയുടെ പൈപ്പ്, ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം മൊത്തം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.